പെണ്ണിത് എവിടെ പോയി കിടക്കുക? വരാൻ വൈകിയതിനൊന്ന് വിളിച്ചു പറഞ്ഞൂടെ? വീട്ടിലത്തെ ആണുങ്ങൾക്കാണെങ്കിൽ ഒരു നോട്ടമില്ല. ബെല്ലാട്ടാ, അമ്മേ അമ്മേ എന്താ മനുഷ്യനെ ഒന്ന് സമാധാനമായിട്ട് ഇരിക്കാൻ സമ്മതിക്കൂലേ? അമ്മേ ഇവിടെ ഇരിക്ക്. അമ്മ എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടണേ? അമ്മേ ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ, അമ്മക്ക് എന്താ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്? എനിക്ക് വേണ്ട. എന്താ വേണ്ടാതെ? ഓ, മനുഷ്യനെ സോപ്പിടാൻ വേണ്ടി ഓരോന്നും കൊണ്ട് വന്നോളും. അയ്യോ, ഞാൻ എന്തിനാ എന്റെ അമ്മേനെ സോപ്പിടുന്നേ? അമ്മേ ശരിക്കും എന്താ അമ്മയുടെ പ്രശ്നം? ഞാൻ കേബിളിന്റെ ഓരോ കാര്യത്തിന് വേണ്ടിട്ട് പുറത്തു പോകുന്നതാണ് അമ്മയുടെ പ്രശ്നം. ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ. അമ്മ എന്നല്ലേ അമ്പിളിക്കോട് പറഞ്ഞു നീ ഗൾഫിൽ പൊക്കോ, കേബിളിന്റെ കാര്യമൊക്കെ ഷായനെ നോക്കിക്കോളൂന്ന്. എന്നിട്ട് ഇപ്പൊ എന്താ? ഞാനങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. പറഞ്ഞിട്ടുണ്ട്. അത് മാത്രല്ല, അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് സ്ത്രീകൾ സ്വന്തം കാലിൽ നിൽക്കണം, സ്വന്തമായിട്ട് വരുമാനം വേണം, എന്നാലേ എല്ലാവർക്കും വില ഉണ്ടാവുള്ളൂന്ന്. അല്ലേ? ഞാനങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. എന്റെ അമ്മേ, എന്ത് കല്ല് വെച്ച നോണയായി പറയണേ. അമ്മേ കള്ളം പറഞ്ഞോണ്ടല്ലോ കണ്ണിയാ കുത്തി പൊടിക്കും കേട്ടല്ലോ. നീ പോടി അവിടുന്ന്. ആ അമ്മേ ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്കിയേ. ഇന്നേ വലിയൊരു സംഭവം ഉണ്ടായി. ആ പട്ടാളം തമ്പിയില്ലേ, അയാളെ ഞാൻ വീഴ്ത്തി. രാവിലെ ഞാൻ ഇവിടുന്ന് പോകുമ്പോ എന്തായിരുന്നു അമ്മ പറഞ്ഞേ? 5000 രൂപ കണ്ടെടുത്ത് കൊടുത്തിട്ട് അവള് വന്ന് നിൽക്കാന്ന് അല്ലേ? എന്നാലേ അയക്കിട്ട് ഞാൻ ഒരു പണി കൊടുക്കുകയും ചെയ്തു. ആ 5000 രൂപ ഞാൻ തിരിച്ച് വാങ്ങിക്കുകയും ചെയ്തു. 5000 രൂപ പിടിച്ചോ. എനിക്കൊക്കെ വേണ്ട നിന്റെ 5000 രൂപ. എറിഞ്ഞു പോടി എന്റെ മുറിന്ന്. അവള് വലിയ കാര്യം ചെയ്തിട്ട് രാത്രി കയറി വന്നിരിക്കുന്നു. അമ്മേ അമ്മേ എന്താ? ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ, നോക്ക്. അമ്മ എന്തിനാ ഇങ്ങനെ എന്നോട് ദേഷ്യപ്പെടണമെന്നൊക്കെ എനിക്ക് മനസ്സിലായി. ഞാനും ദേവിയേച്ചിയും കുമാരേച്ചിയും ഒക്കെ ഇവിടെ ഇല്ലാത്തോണ്ടല്ലേ അമ്മ ഒറ്റപ്പെട്ടു പോയെന്ന് വിചാരിച്ചിട്ടല്ലേ. നാളെ തൊട്ടേ ഞാൻ കേബിൾ ഓഫീസിൽ പോണില്ല. എനിക്ക് ജോലിക്ക് പോകണമെന്നൊന്നും ഇല്ല അമ്മേ. എനിക്ക് എൻ്റെ അമ്മയുടെ കൂടെ സന്തോഷമായിട്ട് ഇരുന്നാൽ മതി. അതുകൊണ്ടേ ഞാൻ ഇപ്പൊ തന്നെ മനോഹരനെ വിളിച്ച് പറയാൻ പോ, നാളെ തൊട്ട് എന്നെ നോക്കണ്ടാവും. വെക്കടി അവിടെ. നീ ആരെയാ വിളിക്കുന്നത്? അങ്ങനെ നീ അങ്ങോട്ട് തീരുമാനിച്ചാൽ മതിയോ നാളെ തൊട്ട് കേബിൾ ഓഫീസിൽ പോകുന്നില്ല എന്ന്? എന്താ നീ വിചാരിച്ചിരിക്കുന്നത്? അതെ, എൻ്റെ അമ്പിളിയുടെ ജീവനാ കേബിൾ ഓഫീസ്. അതങ്ങനെ മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കാനൊന്നും പറ്റില്ല. അത് നീ തന്നെ നോക്കി നടന്നാൽ മതി. അവള് വേറെ ആളെ ഏൽപ്പിക്കുന്നു. സ്വന്തമായിട്ട് അങ്ങനെ തീരുമാനം എടുക്കാറൊക്കെ ആയാ നീ? ഓ, കാര്യമായിട്ട് പറയാണോ? പിന്നെ കാര്യമായിട്ടല്ലാതെ ഞാൻ തമാശ പറയണായിട്ടാണോ നിനക്ക് തോന്നിയത്? ഇല്ലെങ്കിലോ ഞാൻ പോകുമ്പോ ഒക്കെ അമ്മ ദേഷ്യപ്പെടണേ. അത് പിന്നെ ഞാനിവിടെ ഇരുന്നിട്ട് ഒറ്റയ്ക്ക് അപ്പൊ എനിക്ക് വിഷമാവൂലേ? അപ്പൊ എനിക്ക് ആരോടെങ്കിലും ദേഷ്യപ്പെടണ്ടേ? അതിന് പറയണതാ. അതൊന്നും നീ കാര്യമാക്കൊന്നും വേണ്ട. നീ എന്തെങ്കിലും കഴിച്ചോ? ഇല്ല, കഴിച്ചിട്ടില്ല. ഞാനും കഴിച്ചില്ല. അമ്മ എന്താ കഴിക്കാത്തെ? നിന്നെ കാത്തിരുന്നിരുന്നിട്ട്. ഞാൻ ഭക്ഷണം എടുത്തു വെക്കാം, നീ അങ്ങോട്ട് വാ. അല്ല, അതിനൊപ്പം ഒരു കാര്യമുണ്ട്. എന്താ? ഇതൊന്ന് നോക്കിക്കേ. എന്താടി ഇത്? നോക്കമ്മേ. ജിലേബി. ഇതെവിടുന്നാടി? അമ്മേ, ഇതാ തമ്പിയുടെ ഞാൻ 5000 രൂപ തിരിച്ചു വാങ്ങിച്ചില്ലേ, ആ സന്തോഷത്തിൽ വാങ്ങിച്ചോണ്ട് വന്നതാ. ഇതൊന്നും വേണ്ടായിരുന്നു മോളെ. ഓ, ജിലേബി അമ്മക്ക് ഇഷ്ടാണല്ലോ. എനിക്കിഷ്ടാ. നമുക്കേ ഭക്ഷണം കഴിച്ചിട്ട് കഴിക്കാം. ഞാൻ എടുത്തു വെച്ചിട്ട് മോളെ വിളിക്കാം. ഇപ്പൊ അങ്ങ് വന്നേക്കണേ.
ഷൈന വന്നാ? വന്നു. എപ്പോഴാ വന്നേ? അപ്പൊ കുറച്ചേരായി. അതെ, ഇനി തൊട്ട് വെറും ഷാഹിന അല്ല. ഷൈന അമ്പിളിയല്ലേ? അല്ല, പട്ടാളം തമ്പിയെ പൂട്ടിയ ഷാഹിന. അങ്ങനെ വേണം പറയാൻ കേട്ടോ. പട്ടാളം തമ്പിയെ പൂട്ടിയാ? എങ്ങനെ? അതെ, അയാൾക്ക് കൊടുത്ത 5000 രൂപ ഞാൻ തിരിച്ചു വാങ്ങിച്ചു. തന്നോ? തന്നില്ല, ഞാൻ വാങ്ങിച്ചെടുത്തു. മിടിക്കല്ലോ. എന്റെ മിടുക്ക് കൊണ്ട് മാത്രല്ല, എന്റെ ഒരു കൂട്ടുകാരി ഉണ്ട് അരുന്ധതി. അവള് സഹായിച്ചതും കൊണ്ട് കൂടിയാ. അരുന്ധതിയോ? അതാരാ? അതെന്റെ കൂട്ടുകാരിയാ. 10ാം ക്ലാസ് വരെ ഞങ്ങൾ ഒരുമിച്ചാ പഠിച്ചത്. ഇപ്പൊ ഇവിടുത്തെ വില്ലേജ് ഓഫീസിൽ വലിയ ക്ലർക്കാ അവള്. അവള് പഠിക്കാൻ പണ്ടേ നല്ല മിടിക്കായിരുന്നു. ഞാനാണ് പഠിച്ചില്ല. അപ്പുണ്ണേട്ടാ ഏതുവരെ പഠിച്ചു? അതൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ മുമ്പ്. അത് മുമ്പല്ലേ, ഇപ്പൊ ഒന്നോട് പറ. ഞാനേ 9ാം ക്ലാസ് വരെ പഠിച്ചു. പിന്നെന്താ പഠിക്കാഞ്ഞേ? 9ാം ക്ലാസ് പഠിച്ചോണ്ടിരിക്കുമ്പോ ഒരു സാവസ്മാൻ ഇളകി വീണു സ്കൂളില്. അയ്യോ. അങ്ങനെ അമ്മ വൈദ്യുരെടുത്തോണ്ടേ. അപ്പൊ വൈദ്യുര് ചികിത്സിക്കണം എന്ന് പറഞ്ഞു. പിന്നെ അമ്മയ്ക്ക് പേടി, സ്കൂളിൽ പോകുമ്പോ അവസ്മാരം ഇളകി എവിടെയും വീണു പോയാലോന്ന് എഴുതിട്ടേ അങ്ങനെ 2 കൊല്ലം ചികിത്സയായി. അതിനുശേഷം സ്കൂളിൽ പോയപ്പോ എന്റെ കൂടെ പഠിച്ചവരൊക്കെ പ്രീ ഡിഗ്രി ആയി. അപ്പൊ പിന്നെ പോയില്ല, പിന്നെ പഠിച്ചില്ല. പുള്ളിയേട്ടാ, പഠിക്കാത്തത് വലിയൊരു കുറവ് തന്നെയാ. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കാറുണ്ട്, അന്ന് പഠിച്ചിരുന്നെങ്കിൽ എന്ത്. അതെ, നീ എന്തിനിങ്ങനെ ആലോചിച്ച് വിഷമിക്കണേ? എനിക്കിനിയും പഠിക്കാലോ, നീ ചെറുപ്പല്ലേ. വിചാരിച്ചാലേ ഇനിയും പറ്റും. അതാണ് നന്ദിനി അറിയണോ. ഞാൻ പോട്ടെട്ടോ, വരണോ? അച്ഛന്റെ കണ്ണിലേക്ക് 2 തുള്ളി മരുന്ന് ഒഴിച്ചു. അച്ഛൻ പങ്കിയാമ്മന്റെ ഷർട്ടും തേച്ചിട്ട് പോരെ? ഇത് ഒഴിച്ചു തന്നിട്ട് തരുമോളെ. അച്ഛൻ പങ്കിയാൻ ഭയങ്കര തിരക്കില്ല, വേഗം തേച്ചു തരാൻ പറഞ്ഞ് എന്റെ തന്നിട്ട് പോയതാ, അതുകൊണ്ടാ. എടാ, അതിനെക്കാട്ടി തിരക്കാന്ന് എനിക്ക് കണ്ണ് കാണത്തില്ലെന്ന്. ഒഴിച്ചാ? ഒറ്റ മിനിറ്റ് അച്ഛൻ, ഇപ്പൊ കഴിയത്. ഒഴിക്കുമോളെ, 2 തുള്ളി ഒഴിച്ചെന്ന് വെച്ച് തേക്ക്. ഇങ്ങത്താ സമയം കഴിഞ്ഞതാ. നീ നിക്ക്, തല ചരിച്ചേ. ഒരു തുള്ളി മതിയോ? ഇപ്പഴത്തുള്ളി ഒഴിക്കണം. ശരി, ഇവിടെ കണ്ണിൽ മരുന്ന് ഒഴിച്ചോണ്ടിരിക്കുക. കുട്ടി ഞാൻ ആ ഷർട്ടൊന്ന് തേക്കാൻ പറഞ്ഞിട്ട്. അത് പങ്കിയാമ്മ അച്ഛൻ മരുന്ന് ഒഴിച്ചു കൊടുക്കാൻ പറഞ്ഞു, അതുകൊണ്ടാ. അപ്പൊ ഈ ഷർട്ട് വെക്കണ്ടേ? അത് തേക്ക് പോണ്ടാണ്. നീ എന്നുള്ള കാലത്ത് കിടന്ന് ഇത്ര ഉപ്രാളം കാണിക്കുന്നേ? അവിടെ അങ്ങനെ പോലും സമാധാനത്തെ കഴിക്ക്. സമാധാനൊക്കെ പോയി എന്റെ അളിയാ. ഒന്നും പറയണ്ട. ഞാൻ പറഞ്ഞില്ലേ സാറാമ്മ വരും പറഞ്ഞില്ലേ ഇന്ന്. സാറാമ്മേ? ഏത് സാറാമ്മേ? അളിയ എന്റെ കൂടെ പാർട്ടിയിൽ പ്രവർത്തിച്ചില്ലേ, അതിൽപ്പെട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ ഇനിയിപ്പോ കുറച്ച് നാള് വരും ഇവിടെ പാർട്ടി പ്രവർത്തനമായിട്ട് ഇവിടെ ഉണ്ടാവും, നാട്ടിലുണ്ടാവും. അപ്പൊ പാർട്ടി ഓഫീസിൽ വന്നിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് എങ്ങാനും നമ്മൾ ഓഫീസിലെത്താൻ വൈകിയാൽ പിന്നെ അവരെ വായിലിരിക്കുന്ന മുഴുവൻ കേൾക്കാം. നീ എന്തിനാ അവളെ ഇത്രയും പേടിക്കുന്നത്? പേടിക്കേണ്ടവരൊക്കെ എപ്പോഴും പേടിക്കണം എന്റെ അളിയാ. പഴയ രാഷ്ട്രീയം എന്നല്ല ഇപ്പോഴത്തെ രാഷ്ട്രീയം. പിന്നെ കേരളത്തിലും കേന്ദ്രത്തിലൊക്കെ ഉള്ള അവരുടെ പിടിപാട് അറിയാലോ. നീ ഒരു സീനിയർ രാഷ്ട്രീയ പ്രവർത്തനല്ലേ? അവർക്ക് സീനിയർ ജൂനിയർ ഒന്നുമില്ല, പറയാനുള്ളതൊക്കെ മുഖത്ത് നോക്കി അവര് പറയും. അതാ ഈ പ്രശ്നം. ഒന്നും പറയണ്ട. പങ്കിയാമ്മന്റെ പറച്ചിൽ കേട്ടിട്ട് അവര് രാജാന ബാഹുവാന്ന് തോന്നല്ലോ. ഒരു സാധാരണ സ്ത്രീ കാണുമ്പോ പക്ഷെ അവരുടെ നാക്കും പ്രവൃത്തിയുണ്ടല്ലോ, പിടിച്ചിക്കാൻ പറ്റില്ല നമുക്ക് കൂടെ. തൊണ്ടയ്ക്ക് ഉരുകുമെന്ന്. ഉരുകണി കുരുങ്ങട്ടെ. ഇനിയിപ്പോ ഈ തീറ്റൊക്കെ വീട്ടിലൊക്കെ ഒഴിവാക്കിട്ട് പുറത്തുനിന്നാക്കാൻ നല്ലത്. അപ്പൊ പിന്നെ കിടത്തേം പുറത്താക്കുന്ന നല്ലത്. മിക്കവാറും അങ്ങനെ തന്നെ വേണ്ടി വരും. അപ്പൊ പങ്കിയാമ്മന് നോടലുണ്ടാവില്ല? ഒന്നും പറയാൻ പറ്റില്ല മോളെ, അതൊക്കെ തരുമ്പോൾ എന്താ ചെയ്യാം. ആ ഷർട്ട് എടുക്ക. അപ്പൊ ശരി, അപ്പൊ ഓക്കെ ആണോ? അച്ഛാ, ഈ വന്നിരിക്കുന്ന ആളെ ഒരു ഭയങ്കര സംഭവം തോന്നുന്നു. അതാ പങ്കിയാമ്മന് ഇത്ര പരാക്രമം. മുമ്പൊക്കെ 10 മണിക്ക് ഒരു മീറ്റിംഗ് വെച്ചാൽ 12 മണിക്ക് എവിടുന്ന് പോണേ. ആളാ ഇപ്പൊ കിടന്ന് ഓടുന്നേ. സാറാമ്മ അമ്മേ, നോക്കിയേ എത്ര മതി നോക്കിയേ.
അയ്യോ ഇത് പോരടാ, കുറച്ചും കൂടി മൂർച്ചയാക്കണം. മീനൊക്കെ നന്നാക്കുമ്പോഴേ നല്ല മൂർച്ച വേണം. അമ്മ ഒരു മാസം മുമ്പല്ലേ ആ കത്തി മുറിച്ചാക്കുന്ന ആളിവിടെ വന്നപ്പോ കത്തിയൊക്കെ മുറിച്ചാക്കി അത് ഇത്ര പെട്ടെന്ന് പോയോ? എടാ അയാള് വന്നിട്ട് 3-4 മാസായിന്ന്. പിന്നെ ഇവിടുത്തെ പെണ്ണുങ്ങളുടെ ഉപയോഗല്ലേ എല്ലാത്തിന്റെ മൂർച്ച പോയി കിടക്കാൻ മോനെ. ഇതേ ഇതൊക്കെ എവിടുന്നപ്പോ സംഘടിപ്പിച്ചത്? ഈ കത്തി ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടില്ലല്ലോ. കത്തികളൊക്കെ തപ്പിയെടുക്കാൻ പറഞ്ഞപ്പോഴേ ഷാഹിനെ തപ്പിയെടുത്തോണ്ട് വന്നതാടാ. അതെ ഇന്നിപ്പോ എന്റെ വേറൊരു പണി നടക്കൂലട്ടോ. കത്തി മുറിച്ചാക്കലേ ഉണ്ടാവുള്ളൂ. നിന്നെ കൊണ്ട് പറ്റുന്നിടത്തോളം ചെയ്താ മതി. ചെയ്യാ ഇതും കൂടി. അതെ അവിടെ കോടാലിയും മൺവെട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അത് കൂടി ഇങ്ങോട്ട് എടുത്തോ. അല്ലാന്ന് ഒരു പണിയെടുക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ കുപ്പിന്ന് വന്ന ഭൂതമൊന്നുമല്ല എല്ലാ പണിയോണ്ട് എടുക്കാൻ എല്ലാം കൂടി എടുത്ത് പറമ്പിലേക്ക് എറിയിട്ടോ അമ്മേ. ഇവിടെ എന്തൊക്കെ പണിയെടുക്കണെന്ന് പറയാൻ ഞാൻ ഇന്നിപ്പോ തൊഴുത്ത് കഴുകിയില്ല, പുല്ല് വെട്ടാൻ പോയിട്ടില്ല, അവറ്റേക്ക് കാടി കൊടുത്തില്ല. ഒരു 15 കട്ടിയും കൊണ്ട് വന്നിരിക്കുന്നു. ഇത് മാത്രം ഞാൻ മുറിച്ചായി തരും. ബാക്കിയൊക്കെ നാളെ അങ്ങാടി കൊണ്ടുപോയിട്ട് എപ്പോഴെങ്കിലും മുറിച്ചു അല്ലെങ്കിൽ എല്ലാം കൂടി എടുത്ത് ഞാൻ പറമ്പിലേക്ക് എറിയും. ഞാൻ പറയാം. ഓ അന്നൊന്നും പങ്ക്യാമനേക്കാളും തിരക്കാണല്ലോ അപ്പുട്ടിയുള്ളു. എന്താ പവറ്? എന്ത് പവറ്? പങ്ക്യമാവന് എന്ത് തിരക്കാ? പങ്ക്യമാവൻ രാവിലെ ഇവിടുന്ന് കുളിച്ചൊരുങ്ങി വടിവത്ത ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ആ പാർട്ടി ഓഫീസിൽ പോയിരിക്കല്ലേ, അതല്ലേ പണി? അതൊക്കെ പണ്ടല്ലേ. ഇപ്പൊ ആ സാറാമ്മ വന്നിട്ടുണ്ടല്ലോ, അതിനുശേഷമേ പങ്ക്യാമനെ പാർട്ടി ഓഫീസിൽ ഇരുത്താറില്ലെന്നാ പങ്ക്യാമൻ പറയുന്നേ. ആ സാറാമേനെ എന്തിനാ ഈ ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? എന്റെ അമ്മ ഇലക്ഷൻ ഒക്കെ വരികയല്ലേ, അതുകൊണ്ടായിരിക്കും. ഇങ്ങോട്ട് കെട്ടിയെടുത്തിട്ട് എന്ത് കാര്യം? ഒരുവിടെ മലമറിക്കാൻ പോണോ? ഇവിടെ പാർട്ടിയിലുള്ളവരാരും മലമറിക്കുന്നില്ല, ഒരു ഇല പോലും അനക്കുന്നില്ല, അതുകൊണ്ട് അവരെ ഇങ്ങോട്ട് ഇറക്കിയത്. ഓ അവരിപ്പോ ഇവിടെ വന്നിട്ട് എന്ത് കാണിക്കാനാ? പങ്ക്യാമൻ പറഞ്ഞ അനുസരിച്ചേ ഈ തൃപ്പൂണിത്തറ, ചോറ്റാനിക്കര, തിരുവാങ്കുളം അവിടെയൊന്നും പാർട്ടിക്ക് ഇപ്പൊ പഴയ പോലെ ശക്തിയില്ലല്ലോ. അപ്പൊ പാർട്ടി ഒന്ന് ശക്തിപ്പെടുത്താനും ആകെ മൊത്തത്തിൽ ഒരു ഓളം ഉണ്ടാക്കാനും അവരെ കൊണ്ടുവന്നെന്നാ പറഞ്ഞേ. ആ ഈ സാറാമേ ഭയങ്കര കർക്കശക്കാരിയാണെങ്കിലും പങ്കിയും സാറാമയും തമ്മിൽ ഒരുമിച്ച് കുറെ കാലം പ്രവർത്തിച്ചിട്ടുള്ളതുകൊണ്ട് പങ്കിയോട് കുറച്ചൊരു മയത്തിലൊക്കെ ആയിരിക്കും അല്ലേ പെരുമാറ്റം? ഏയ് എനിക്കങ്ങനെ തോന്നുന്നില്ല. പങ്ക്യാമനെ സാറാമ ഒട്ടും സൗകര്യം കൊടുക്കില്ല, പണിയെടുത്ത് മരിക്കും എന്നാ പങ്ക്യാമൻ പറയുന്നത്. ആ മരിക്കും. കൊറേ കാലം വെറുതെ ഇരുന്നല്ലേ, ഇപ്പൊ പണിയെടുക്കാൻ തുടങ്ങിയപ്പോഴേ ഒരു ക്ഷീണം വരെയായിരിക്കും. എടാ ഇപ്പൊ ഇലക്ഷനൊക്കെ വരാൻ പോവല്ലേ, അവനെന്തെങ്കിലുമൊക്കെ ഗുണം ഉണ്ടാവൂലേ? അപ്പൊ അവൻ കുറച്ച് സഹിച്ചോട്ടെ. അല്ല അവസാനം പങ്ക്യമാവ MLA ആവുമോ? പറയാൻ പറ്റില്ല. ആ ഈ പറഞ്ഞ സാറാമ ഭയങ്കര സ്വാധീനമൊക്കെ ഉള്ള ആളാണ് കേന്ദ്രത്തില്. അപ്പൊ അവര് വിചാരിച്ചാ ഇവന് ചിലപ്പോ ഒരു MLA-യോ മന്ത്രിയോ ഒക്കെ ആവാൻ പറ്റുമായിരിക്കും. അമ്മ നോക്കിയേ, ഇത്ര മുറിച്ച മതി നോക്കിയേ. ആകട്ടെ. എടാ അയ്യോ ഒരു ലേശം കൂടി മൂർച്ചയാവാൻ. അതെ അത് മതി. ഇവിടെ മത്തി മുള്ളനൊക്കെ അല്ലേ മേടിക്കണ, അതൊക്കെ മുറിക്കാതെ ആരാളാ? എനിക്ക് വേറെ പണിയുണ്ട്, നിങ്ങൾ നോക്കിക്കോ. ചെക്കന് ദേഷ്യം വന്നു. മോളെന്നതൊന്ന് മൂർച്ചയാക്കിയടി. ആ അമ്മ എനിക്കറിയില്ല. എടി ഇങ്ങനെയൊക്കെ തന്നെ പഠിക്കാന്ന്. ഇതൊന്നും ചെയ്യാനില്ല, ഇതങ്ങനെ അങ്ങനെ ആക്കിയാ മതി. ചെല്ല്. ആ ഒന്ന് ചെയ്തു നോക്ക്, ഞാൻ പഠിപ്പിച്ചു തരാം. ചെല്ല്. ആ രണ്ടറ്റവും പിടിക്ക്. അങ്ങനെയല്ല ഇങ്ങനെ പിടിക്ക്. ആ ആ ആ അതന്നെ അതന്നെ അങ്ങനെ അങ്ങനെ അതന്നെ. ഇതിനാണോ പുണ്യേട്ടന് ഇത്ര ബഹളം വെക്കുന്നത്? അമർത്തി തേക്കി കുട്ടിയെ. അമർത്തിത്തല്ലേ അമ്മേ, സൂക്ഷിച്ച് കൈ മുറിക്കരുത്. ഓ അപ്പൊ പണിയൊക്കെ അറിയാലേ, എന്നിട്ട് എന്നെ കൊണ്ട് ഇങ്ങനെ പണിയെടുപ്പിക്കണേ. അതെ എങ്ങനെ ഡാൻസ് കളിക്കാനല്ല, കത്തി മുറിച്ചാക്കാനാ പറഞ്ഞേ. ഓ തേച്ചോ തേച്ചോ. അങ്ങോട്ട് പിടിക്ക്. ഇതങ്ങോട്ട് വെക്ക്. ഓ എല്ലാത്തിനും ഞാനും കയ്യെ പിടിപ്പിച്ചിട്ടാണ് പോകുന്നത്. സുലുവേ, ഒച്ചനൊക്കെ ഒന്നും ഇല്ലല്ലോ. ആരും ഇല്ലേ? എനിക്ക് കഥവ് തുറന്ന് നടക്കുന്ന കണ്ട ഇവിടെ ആളൊക്കെ ഉണ്ട്, അങ്ങോട്ട് നടക്കും. എന്നാലും എന്റെ സുലു ഒരു അംഗം ഇല്ലാതായി പോയപ്പോ ആകെ ഒരു മൂകത പോലെ. അംഗമില്ലാതായി പോയെന്നോ? എന്റെ സുലു അതല്ല, നമ്മൾ അമ്പിളിക്കുട്ടൻ ഗൾഫിന് പോയില്ലേ, അപ്പൊ ആ ഗൾഫിന് പോയപ്പോ ഈ വീടാകെ ഉറങ്ങിപ്പോയെന്ന്. മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷ പറയണ്ടിക്ക, ഇങ്ങോട്ട് നടക്കിക്ക. മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞ അങ്ങ് മനസ്സിലാക്കും. ഞാൻ പറഞ്ഞില്ലേ ഇക്ക അകത്ത് ആളുണ്ടെന്ന്. ദോ ഇരിക്കുന്നു. ആഹാ ബൽറാമേട്ടോ,
ആ മജീദേ വാ 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 ഇരിക്ക്. ഓ പിന്നെ എന്തൊക്കെയുണ്ട്? ഇവിടെ വന്നിരിക്കായിരുന്നല്ലേ? ചുമ്മാ അല്ല വരാന്തയിൽ ആരെയും കാണാഞ്ഞത്. ശകല പോണേ ഉമ്മായി ഉണ്ട് കേട്ടോ. ഞാനോർത്തെ പ്രായമായിട്ടിരിക്കുമല്ലയോ, അപ്പൊ ഇനി വെള്ളെഴുത്തിന്റെ വല്ല അസുഖം വന്നു കഴിഞ്ഞാല് കണ്ണൊന്നും കാണത്തില്ലല്ലോ, അതാ. അയ്യോ വെള്ളെടുത്തില്ല, ഇപ്പൊ എഴുത്ത് മാത്രമേ ഉള്ളൂ. ബലരാമേട്ടന്റെ ഈ കോമഡി മൊത്തം എഴുത്തിലുണ്ട്. പിന്നെ കേട്ടോ ബലരാമേട്ടാ, അമ്പിളിമോൻ ഗൾഫിൽ പോയ പിന്നെ വീട് ഉറങ്ങിപ്പോയി. ആകെ ഒരു ശ്മശാന മൂകത. നേരാ മജീദേ, അവന്റെ അട്ടഹാസവും ബഹളമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ തറവാടിനകത്ത് ഇപ്പൊ ഒരു മനസമാധാനമുണ്ട്. അതാ ബലരാമേട്ടാ അങ്ങനെ പറഞ്ഞത്? അല്ല മജീദേ, അതെന്താന്നറിയാ, ഈ അമ്പിളിമോൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര കുസൃതിക്കാരനായിരുന്നല്ലോ. ഈ വീട്ടിലൊക്കെ ഓടി നടന്ന് കുസൃതി ഉണ്ടാക്കുന്ന ആളായിരുന്നല്ലോ. അപ്പൊ അതുകൊണ്ട് പുള്ളി പോയിട്ട് മനസ്സമാധാനം. അങ്ങനെ ആയിരിക്കും ബലരാമേട്ടൻ ഉദ്ദേശിച്ചത് അല്ലേ? ഇക്കൊക്കെ എന്നെ അറിയത്തില്ല, അമ്പിളിമോൻ ഭയങ്കര കുസൃതിക്കാരനല്ലായിരുന്നോ? പിന്നെ ഭയങ്കര കുസൃതിക്കാരനായിരുന്നു. അവൻ അവളെ പെട്ടിയാട്ടയിൽ കയറ്റിക്കൊണ്ട് പോയപ്പോഴേ എനിക്കറിയാം അവൻ ഭയങ്കര കുസൃതിയാണെന്ന്. വന്നല്ലോ രാജകുമാരി, നിങ്ങൾ വന്നിട്ട് കൊറേ നേരമായോ? എന്റെ മക്കളെ ഇപ്പൊ വന്നതേ ഉള്ളു. ആണോ? നമുക്ക് സുഖാണോ? ആ എനിക്ക് സുഖാണല്ലോ. അമ്പിളിമോൻ വിളിക്കാറുണ്ടോ? അതെന്ത് ചോദ്യം ഉമ്മ, പിന്നെ വിളിക്കാറില്ലേ? അതല്ല ഉമ്മച്ചേ, അമ്പിളിമോൻ അവിടെ ജോലിക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ. എന്റെ സുലി എന്ത് ചോദ്യമായത്? കുഴപ്പമുണ്ടെങ്കിൽ നീ സഹായിച്ചു കൊടുക്കൂ. ഇങ്ങോട്ട് നോക്ക്, എല്ലാ ജോലിക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്, ഇല്ല ബലരാമേട്ടാ? അതെ അതെ, നമ്മുടെ നാട് വിട്ടു പോയാലാ ഏത് പണിയെടുക്കാത്തവനും നല്ലതുപോലെ പണിയെടുക്കും. ഇപ്പൊ എന്റെ കാര്യം തന്നെ എടുക്കാം. ഞാൻ നാട്ടിൽ പണ്ട് തേരാപ്പാര അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കായിരുന്നു. അപ്പോഴാണ് എന്റെ മാമ എന്നെ സൗദിക്ക് കൊണ്ടുപോയത്. ഇവിടെ ഒരു പശുവിനെ പോലും കുളിപ്പിക്കാത്ത ഞാൻ അവിടെ ചെന്ന് 100-150 ഒട്ടകത്തെ നിരത്തി നിർത്തി ഓസ് എടുത്ത് ഗുച്ചു ഗുച്ചു എന്നും പറഞ്ഞു കുളിപ്പിക്കുകയായിരുന്നു. കേട്ട ബലരാമേട്ട, ഈ ഒട്ടകത്തിന്റെ മുതുവിന്റെ അവിടെ മുറുക്ക് പോലെ ഇരിക്കുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ തേക്കാപ്പെടുത്ത അപ്പൊ വാപ്പയ്ക്ക് ഒട്ടകത്തിനെ കുളിപ്പിക്കലായിരുന്നോ ജോലി പണ്ട്? അല്ല മോളെ, ആദ്യം ചെന്ന സമയത്ത് ഇങ്ങനെ വാപ്പ പ്രമോഷൻ ട്രെയിനിങ് ആയിരുന്നത്, അത്രേ ഉള്ളൂ. എന്നിട്ട് സ്കൂളിൽ പഠിക്കുമ്പോ എന്നോട് വാപ്പ സൗദിയിൽ രാജാവിന്റെ അസിസ്റ്റന്റ് ആന്ന് പറഞ്ഞതോ? ബാപ്പ രാജാവിന്റെ അസിസ്റ്റന്റ് ആയിരുന്നു. അങ്ങനെ അസിസ്റ്റന്റ് ആയിട്ടല്ലയോ രാജാവിന്റെ ഒട്ടകത്തിനെയൊക്കെ കുളിപ്പിക്കേണ്ടി വന്നതല്ലേ? അത് തന്നെ. പക്ഷെ അത് കഴിഞ്ഞ് വാപ്പ ഒരു പൊസിഷനിലെത്തി. ഏത് പൊസിഷൻ? ഒരു പൊസിഷൻ. എന്റെ ഉമ്മ, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോ ഈ വാപ്പയെ പറ്റി എന്തോരം വീരവാദ പറഞ്ഞു നടന്നെന്ന് അറിയോ? ഓട്ടമോളെ, റിട്ടയർഡ് ആയിരിക്കുന്ന വാപ്പ ഇനി അതെല്ലാം പറഞ്ഞു വിഷമിപ്പിക്കല്ലേ. അത് തന്നെയല്ല, ഒട്ടകത്തെ കുളിപ്പിച്ചാലും നിന്നെ ഒരു കരക്ക് എത്തിച്ചില്ലേ വാപ്പ? അല്ല സുലു, അത് ഞാൻ ഇനി ഒന്നും പറയണ്ട. അല്ല ചെന്ന വേണ്ടിക്ക. അല്ല അത് മറ്റു നിർത്തിക്ക. വേണ്ടായിരുന്നു. സാരമില്ല മജീദേ, ഞാനിവിടെ 3 മക്കളെ കുളിപ്പിച്ചു. മജീദ് അവിടെ ചെന്ന് 150 ഒട്ടകത്തെ കുളിപ്പിച്ചു. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളു മോളെ. അത് പോട്ടെ, അപ്പാടെ ഒട്ടോടെ ഇരിക്കട്ടെ. മക്കളുടെ കേബിളൊക്കെ എങ്ങനെ പോന്നു? കേബിൾ ഓഫീസ് കുഴപ്പമൊന്നുമില്ലാണ്ട് പോണമ്മ. പിന്നെ ജമാൽ മാമയും മനോഹരനൊക്കെ ഉണ്ടല്ലോ സഹായിക്കാൻ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതാ എന്റെ ജമാലിനെ ഒരു കാര്യം ഏൽപ്പിച്ച അത് കൃത്യവാ. അവനെ മിടുക്കണ. പിന്നെ ഭയങ്കര മിടുക്കനാ. അവന്റെ മിടുക്ക് കുറെ ഞാൻ കണ്ടതാ. ജമാലേ, നിനക്ക് 100 ആയുസാ. നിന്റെ കാര്യം ഇപ്പൊ പറഞ്ഞേ ഉള്ളൂ. അതെല്ലാരും പറയാറുണ്ട്. അതെ. അല്ല എന്താ വന്ന്? 2 ദിവസത്തേക്ക് നീ ഇവിടെ നിക്കാൻ വന്നപ്പോഴേ നീ ഇവിടുത്തെ ആളായ? അയ്യോ അതല്ല, നിങ്ങൾ സാധാരണ വരുമ്പോ ഒന്ന് വിളിച്ചു പറയാറുണ്ടല്ലോ നേരത്തെ. അതിപ്പോ ഞങ്ങളുടെ മോളെ കാണാൻ തോന്നി വന്ന്. അയ്യോ അതിന് വേണേ ഞാൻ 2 ഫോട്ടോ കൂട്ടി എടുത്ത് അയച്ചു തന്നേനെ. അതൊക്കെ പോട്ടെ, ഞാൻ പറഞ്ഞിട്ട കാര്യം എന്തായി? വായരശാലയിൽ കേബിളിന്റെ പൈസ അല്ലേ, അത് അടുത്ത് അയച്ചു തരാന്ന്. ഇതന്നെയല്ലേ അവര് കഴിഞ്ഞ ആഴ്ച പറഞ്ഞേ? അവർക്ക് 10-16 മെമ്പർമാരുണ്ട് പോലും. അവരെല്ലാം കൂടി മീറ്റിംഗ് കൂടിയിട്ട് ഒപ്പിട്ടാൽ മാത്രമേ പൈസ തരാൻ പറ്റുള്ളൂ എന്ന്. എന്റെ മാമ 5-8 മാസത്തെ പൈസ അവര് തരാനുണ്ടേ. അതെന്താ പ്രശ്നം അറിയോ? ഒരാഴ്ച മീറ്റിംഗ് കൂടുമ്പോൾ ഒരു മെമ്പർ ഉണ്ടാവില്ല, അടുത്ത ആഴ്ച മറ്റൊരു മെമ്പർ ഉണ്ടാവില്ല. ഈ 2 ആൾക്കാരും വന്നാൽ അതിന്റെ 3-ാമത്തെ ആഴ്ച വേറൊരു മെമ്പർ ഉണ്ടാവില്ല. അങ്ങനെ 16 പേര് ഒരുമിച്ച് ഇതുവരെ മീറ്റിംഗ് കൂടിയിട്ടില്ല. അപ്പൊ ഇനി അവരുടെ 16 പേരെ നമ്മൾ കാത്തിരിക്കണോ? 16 പേരെ അല്ല, 16 പേര് കൂടുന്നിടം വരെ നമ്മൾ കാത്തിരിക്കണോ? വേണം. അത് അങ്ങനെയാണ് കച്ചവടം എന്ന് പറഞ്ഞാൽ. ഒരു സമയമുണ്ട്, അതിന് ആ സമയത്ത് പൈസ വന്നുള്ളൂ. കാത്തിരിക്കണല്ലേ. പിന്നെ എന്റെ സുലു, നീ 24 മണിക്കൂർ യവം മിടുക്കനാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല.
ബലറാമേട്ടാ യവൻ ഏതെങ്കിലും പഴക്കൊലയെ നോക്കിക്കൊണ്ട് നിന്ന് കാണും. കറക്റ്റ്. യവൻ പോയാൽ പൈസ ഒന്നും കിട്ടത്തില്ല. മക്കളെ ഞാൻ പോയി പൈസ പിരിച്ചോണ്ട് വരാം. പാപ്പാ അതൊന്നും കുഴപ്പമില്ല, നമുക്ക് ഒരാഴ്ചയും കൂടെ നോക്കാം. മാമ ഒരാഴ്ചക്കുള്ളിൽ കിട്ടുമല്ലോ അല്ലേ? ഉറപ്പായിട്ട് കിട്ടും. തിരുമാലേ ഇങ്ങനെ ആയ പറ്റത്തില്ല കേട്ടോ. നീ കുറച്ചുകൂടെ ഒരു ഉഷാറാവണം. ഞാൻ മിടുക്കനാടിത്താ. ഈ മിടുക്കനാന്ന് പറയുന്നത് അത് നിന്റെ പ്രവൃത്തി കൂടെ ഒന്ന് കാണിക്കും. നീ മിടുക്കനാന്ന്. ഒരു കാര്യം ചെയ്യ്, എല്ലാരും ഇവിടെ ഇരിക്കും, ഞാൻ ചായ എടുക്കാം. അത് നല്ല കാര്യം. കഴിക്കാൻ എന്തെങ്കിലും എടുക്കാം. കഴിക്കാൻ ഇപ്പൊ ഒന്നും എടുക്കണ്ട മോളെ. കഴിച്ചു കഴിയുമ്പോൾ ഇവനൊന്ന് വിശ്രമിക്കണമെന്ന് തോന്നും. വിശ്രമിച്ച് കഴിയുമ്പോൾ ഇവന് ഭയങ്കര ക്ഷീണമാവും. ക്ഷീണമാകുമ്പോൾ ഇവനൊന്ന് ഉറങ്ങാൻ നോക്കും. ഉറങ്ങി കഴിയുമ്പോഴത്തേക്ക് ഇവന് വീണ്ടും വിശപ്പാവും. അതുകൊണ്ട് ഇവന് കഴിക്കാനൊന്നും ഇപ്പൊ കൊടുക്കണ്ട. ഉമ്മ എന്തായാലും വന്നല്ലേ, ചായ കുടിച്ചിട്ട് പോട്ടെ. ഞാൻ ചായ എടുക്കാം കേട്ടോ, എല്ലാരും ഇരിക്കേ. സീതേച്ചി എന്തിയെ? അമ്മ അവിടെ പറമ്പിലുണ്ടെന്ന് തോന്നുന്നു. എന്നാ ഞാൻ പോയി സീതേച്ചിയെ കണ്ടേച്ചു വരാം. പിന്നെ ഓയ്ക്കാം. ആ പങ്കിയമ്മാവാ. എപ്പോഴാ വന്നേ? കുറച്ചേരായി. എന്താ വിശേഷമൊന്നുമില്ലോ? അയ്യോ നല്ല വിശേഷം. ഷൈനമോള് പറഞ്ഞത് ഭംഗ്യമാൻ ഭയങ്കര തിരക്കിലാണ്. ഒന്നും പറയണ്ട, ഓട്ടം തന്നെ ഓട്ടം. ഞാൻ സത്യം പറഞ്ഞ കുറച്ച് കേപ്പ് കിട്ടിയപ്പോ എന്റെ ഒന്നും മുങ്ങിയതാ. വന്നോ? ഓ ഞാനോട് പോന്നു മോളെ. ആകെ മൊത്തം ഒരു ക്ഷീണുണ്ടല്ലോ, കഴിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? ഏയ് ഒന്നും വേണ്ട കുട്ടി, അവനിപ്പോ ഒന്നും വേണ്ട. ഞാനേ എന്താ അറിയില്ല, ഭയങ്കര ക്ഷീണം. വെയിലുണ്ടോ ആ സാറാമ്മയുടെ പിന്നാലെ നടന്നിട്ട് ആവശ്യമല്ലേ. സാറാമ്മ പാർട്ടി ഓഫീസ് കഴിപ്പിച്ച ഭംഗിയാമ്മനെ കൊണ്ട്. എന്തായാലും പാർട്ടി ഓഫീസ് കഴിക്കാറ് അവര് കുതിര പോണമാതിരി പോണ ഒരാളാണേ. നമുക്ക് അവരൊപ്പെത്താൻ പറ്റില്ല. നമ്മളൊക്കെ സാധാരണ വീടുകൾ സന്ദർശിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റുന്ന മാതിരി പോയി കാണല. അതല്ല, ഇവര് ടൈം ആടും. 1 മണിക്കൂറിനുള്ളിൽ ഇത്ര വീടുകൾ ഒറ്റ പോക്കാ. പണി എടുക്കണല്ലോ. നമ്മളെ പോലുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സൗകര്യത്തിനുള്ള പോക്കാ. ആ ഒഴുക്ക് ഇവർക്ക് പറ്റില്ല.